ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഷാംപൂസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓയിൽസിനെ കുറിച്ചിട്ട്. ഇത്തവണ ഞാൻ ചെയ്യാൻ പോകുന്നത് ഷാംപൂസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പം മുന്നേ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോസിലൊക്കെ പല വീഡിയോസിലും ഈ ഒരു ഞാൻ യൂസ് ചെയ്യുന്ന ഷാംപൂ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തത്തിലൊന്ന് ആക്കി ഒരു ഓർഡർ ആക്കി പറയാനായിട്ട് ഈ ഒരു വീഡിയോയിലെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് നാച്ചുറൽ ഷാംപൂസിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ നാച്ചുറൽ കാര്യങ്ങളൊക്കെ ഷാംപൂസായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ മുടിയിൽ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം കേട്ടോ. അപ്പം ഇതിൽ ഞാൻ കെമിക്കൽ ഷാംപൂസ് കാര്യങ്ങൾ ഒന്നും പറയണില്ല. ഫുൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ഈ ഒരു ചാനലിൽ ഞാൻ മിക്കവാറും പറയുന്ന കാര്യങ്ങളൊക്കെ നാച്ചുറൽ കാര്യങ്ങളാണ്. ഒന്നും നമ്മൾ അല്ലാണ്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. അപ്പം എല്ലാം പക്കാ നാച്ചുറൽ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അപ്പം ഫസ്റ്റ് ഞാനിതിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഷാമ്പൂവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് നമ്മുടെ വീട്ടിലും പറമ്പിലും ഒക്കെ എല്ലാവരുടെയും മിക്കവാറും പേരുടെ വീട്ടിലുണ്ടാകുന്ന ഒരു സാധനം, പണ്ട് കാലം മുതലേ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനം, അതായത് ചെമ്പരത്തി പൂവ്, ചെമ്പരത്തിയുടെ ഇല. ഇവ രണ്ടും, അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ ഇല മാത്രമായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ പൂവ് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. ഇവ രണ്ടും കൂടിയിട്ടും നമുക്ക് അരച്ചിട്ട് യൂസ് ചെയ്യാം. നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട്, അതായത് ചെമ്പരത്തിയുടെ ഇലയാണെങ്കിൽ പൂവാണെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നമ്മുടെ ഈ കൈ വെച്ചിട്ട് നന്നായിട്ട് ഞരടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു പത പോലെ ആ ഒരു നാച്ചുറൽ ഷാമ്പൂവിൻ്റെ ആ ഒരു ഇതിലേക്ക് അതിൻ്റെ ഇത് കിട്ടും. അപ്പോൾ നമുക്കത് നമ്മുടെ മുടിയിൽ യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി എന്ന് പറയുന്നത് പക്ക സിൽക്കി സോഫ്റ്റായിട്ട് ആ ഒരു നമ്മുടെ സ്കാൽപ്പിൽ ഒരു നാച്ചുറലായിട്ടൊരു ഓയിൽ പ്രൊഡ്യൂസ്ഡ് ആകും. ഈ ഒരു നാച്ചുറൽ ഓയിലിനെ ഒന്നും ചെയ്യാണ്ട് ബാധിക്കാണ്ട് നമ്മുടെ സ്കാൽപ്പിലുള്ള ഡാൻഡ്രഫ് ആണെങ്കിലും അതുപോലെ തന്നെയുള്ള അഴുക്കുകളും കാര്യങ്ങളും ഒക്കെ പോക്കിയിട്ട് നമ്മുടെ മുടിക്കൊരു നാച്ചുറൽ ഷൈനും കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നാച്ചുറൽ താളി, അതായത് ചെമ്പരത്തി താളി സഹായിക്കുന്നതാണ്. അപ്പം അതാണ് ഞാൻ ഫസ്റ്റ് ഇതിൽ പറയുന്ന നാച്ചുറൽ ഷാമ്പൂ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ ഈ ഒരു സാധനങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ഷാമ്പൂവിൻ്റെ ആവശ്യമില്ല, ഈ ഒരു സാധനം തന്നെ മതിയാകും. അപ്പോൾ ഈ ഒരു ചെമ്പരത്തി പൂവാണെങ്കിലും ഇലയാണെങ്കിലും എടുക്കുക, നന്നായിട്ടത് ഒരു ഷാമ്പൂ പരുവത്തിലാക്കിയിട്ട് യൂസ് ചെയ്യുക. അപ്പം നമ്മൾ കെമിക്കലായിട്ട് പുറത്തുനിന്ന് ഏതൊക്കെ ഷാമ്പൂ വാങ്ങി യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലതായിട്ട് നിങ്ങളുടെ മുടി വളരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു ഷാമ്പൂ മാത്രമായിട്ടല്ല ഇതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ മുടിയിൽ ഉണ്ടാവുക. ആ ഒരു എന്താ പറയുക, മുടി വളർച്ചയ്ക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ചെമ്പരത്തി പൂവാണെങ്കിലും ഇലയാണെങ്കിലും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് ഞാൻ പല വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ശിക്കാക്കായ് പൗഡർ, ചീവയ്ക്ക പൊടി എന്നൊക്കെ, ചീവയ്ക്ക എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ഇത് നമുക്ക് അങ്ങാടിക്കടകളിലാണെങ്കിലും സൂപ്പർ മാർക്കറ്റുകളിലാണെങ്കിലും അല്ലെങ്കിൽ ഓൺലൈനായിട്ടാണെങ്കിലും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു സംഭവം, ഈ ഒരു പൗഡർ ആണെങ്കിലും നിങ്ങളത് അതായത് ആ ഒരു ഡ്രൈ ആയിട്ട് വാങ്ങിയിട്ട് പൊടിക്കുന്നതാണെങ്കിലും ഒക്കെ എങ്ങനെയാണെങ്കിലും പക്ക നന്നായിട്ടുള്ള ഒറിജിനൽ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിലാണ് അതിൻ്റെ ഒരു എഫക്റ്റ് എന്താണ്, അല്ലെങ്കിൽ അത് ആ മുടിയിൽ എങ്ങനെയാണ് ആ ഒരു മാജിക് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം അത് ഞാൻ 2 സ്ഥലത്തു നിന്ന് വാങ്ങിയപ്പോൾ എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. പക്ക ഒറിജിനൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു അതാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. എന്നാലാണ് നമ്മുടെ മുടിയിൽ അത് തീർക്കുന്ന ആ ഒരു മാജിക്കിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. അപ്പം അത്രയ്ക്ക് സൂപ്പർബാണ് ഈ ഒരു ശിക്കാക്കായ് പൗഡർ. നമുക്ക് ഹെയർ വാഷായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതൊരു ഹെയർ വാഷ് മാത്രമല്ല കേട്ടോ, ഇതൊരു ഹെയർ പാക്കാണ്. മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏജിങ് പ്രോസസ്
പ്രോസസ്സിനെ, അതായത് നമ്മുടെ അകാല നരയൊക്കെ ചെറുക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ആവുന്നതാണ്. മുടിക്ക് നല്ലൊരു ബ്ലാക്ക് കളർ കൊടുക്കാനും മുടി നന്നായിട്ട് ഷൈനിങ് ആയിട്ട് സ്മൂത്തായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ആ ഒരു നന്നായിട്ട് നാച്ചുറലായിട്ട് നമ്മുടെ സ്കാൽപ്പിനെ ഒന്ന് ക്ലെൻസ് ചെയ്യാനും ഡാൻഡ്രഫ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ഷിക്കാക്കായ് പൗഡർ എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് നെക്സ്റ്റ് ഷാമ്പു ആയിട്ട് നമുക്ക് വർക്കാവുന്ന ഒരു കാര്യം പറഞ്ഞാൽ സോപ്നട്ട് പൗഡറാണ്. അതിൻ്റെ ഒരു ഷോർട്സ് ആയിട്ട് ഞാൻ വീഡിയോസിലും കാണിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ വീഡിയോസിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സോപ്നട്ട് പൗഡർ ഞാൻ ഈ ഇടയ്ക്കാണ് കേട്ടോ വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ അതും എനിക്കിഷ്ടപ്പെട്ടതാണ്. ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും. ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു പോഷകങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിട്ട് നമുക്കൊരു ഹെയർ പാക്കായിട്ടും ഹെയർ ക്ലെൻസറായിട്ടും ഒക്കെ നന്നായിട്ട് വർക്കാവുന്നതാണ്. അപ്പം ഇതും നിങ്ങൾക്ക് ഫാർ ബെറ്റർ ആണെന്ന് പറയാൻ, നിങ്ങൾ വേറെയുള്ള കടയിൽ നിന്ന് വാങ്ങുന്ന ഷാമ്പൂസ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും ഒക്കെ ഫാർ ബെറ്ററാണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പം ഒരു നാച്ചുറൽ ഷാമ്പൂവിൻ്റെ എഫക്റ്റാണ് ഇവയൊക്കെ നിങ്ങളുടെ മുടിക്ക് തരിക. അല്ലാതെ നമുക്ക് ഒരു എന്താ പറയുക കെമിക്കൽ ഷാമ്പൂസ് യൂസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ ഒരു റിസൾട്ട് അല്ല. നിങ്ങളുടെ മുടിയെ അതൊരു സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കുമെന്ന് പറയാം. അത്രയ്ക്ക് റിസൾട്ട് ഉണ്ട് ഇവയ്ക്ക് യൂസ് ചെയ്യുമ്പോൾ. അപ്പം ഇനി നെക്സ്റ്റ് പറയുന്ന ഒരു ഷാമ്പൂവിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഉലുവയാണ് കേട്ടോ. ഉലുവ എന്ന് പറയുന്നത് അടിപൊളിയാണ്. നിങ്ങളുടെ മുടിക്ക് ഈ ഒരു ഉലുവ എന്ന് പറയുന്ന സംഭവം സ്യൂട്ടാവുകയാണെങ്കിൽ അത് അത്രയ്ക്കും അടിപൊളിയാണ്. അതൊരു ഹെയർ പാക്ക്, അതുപോലെ തന്നെ ഒരു നല്ലൊരു ഹെയർ ക്ലെൻസർ കൂടിയാണ് ഈ ഒരു ഉലുവ എന്ന് പറയുന്നത്. ഉലുവ നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് നന്നായിട്ട് അരച്ചിട്ട് ഹെയർ പാക്ക് പോലെ ഇടാം. അത് നന്നായിട്ടൊന്ന് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ഹെയർ ഷാമ്പു ആയിട്ടും വർക്കാവുന്നതാണ്. നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആക്കുകയും കൂടാതെ നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മുടെ മുടി വളർച്ച നന്നായിട്ട് ഇമ്പ്രൂവ് ആക്കാനും ബ്ലഡ് സർക്കുലേഷനും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ ഈ ഒരു ഉലുവ എന്ന് പറയുന്നത്. അപ്പം ഇനി പറയാൻ പോകുന്നത് ഞാൻ എൻ്റെ ചാനലിൽ കുറേ നാൾക്ക് മുൻപ് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു നാച്ചുറൽ ഷാമ്പൂവിൻ്റെ വീഡിയോ. അതിൽ ഉലുവയും കുറച്ചധികം കാര്യങ്ങളൊക്കെ മിക്സപ്പ് ആക്കിയിട്ടാണ് ആ ഒരു ഷാമ്പൂ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു ഷാമ്പൂ നിങ്ങൾക്ക് ഹെയർ ക്ലെൻസർ മാത്രമല്ലാതെ നമ്മുടെ മുടി വളർച്ച നന്നായിട്ടുണ്ടാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഷാമ്പൂ ആണ്. അപ്പോൾ അതിൽ ആഡപ്പായിട്ടുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒക്കെ അത്രയ്ക്കും നമ്മുടെ മുടിക്ക് സൂപ്പർബായിട്ട് വർക്കാവും കാര്യങ്ങളാണ്. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ ആ ഒരു ഷാമ്പൂവും കൂടി ഒരു ദിവസം ഉണ്ടാക്കി ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ. അത്രയ്ക്ക് സൂപ്പർബാണ് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ഷാമ്പൂസാണ് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ, അല്ലെങ്കിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഷാമ്പൂ, നാച്ചുറൽ ഷാമ്പൂസ് എന്ന് പറയാം. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഉള്ളത്. അപ്പം ഞാൻ കെമിക്കൽ ഷാമ്പൂസ് ഞാൻ വളരെ റെയറായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ക്ലിനിക് പ്ലസ് അല്ലെങ്കിൽ ദീദി ഷാമ്പൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലാണ്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അല്ലാണ്ട് ഞാൻ മാക്സിമം ഞാൻ നാച്ചുറൽ ഷാമ്പൂ കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവയൊക്കെ ഓരോന്ന് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഓരോരോ മാറ്റങ്ങളാണ് മുടിയിൽ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇവയിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു ഷാമ്പു ചോദിച്ചു കഴിഞ്ഞാൽ ഷിക്കാക്കായ് പൗഡറാണ്. ഷിക്കാക്കായ് പൗഡർ എൻ്റെ മുടി ആ ഒരു ഹെയർ വാഷിന് ശേഷം എൻ്റെ മുടി കിടക്കുന്നതെന്ന് വെച്ചാൽ അത്രയും സൂപ്പർബായിട്ടാണ് കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു കൂട്ടത്തിൽ. ബാക്കി എല്ലാം സൂപ്പർബാണ്, പക്ഷെ ഒരുപടി മുന്നിൽ എപ്പോഴും നിൽക്കുന്നത് ഷിക്കാക്കായ് പൗഡറാണ്. അപ്പം ഈ ഒരു പൗഡേഴ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഓവറായിട്ട് എടുക്കാതെ വളരെ കുറച്ച് എമൗണ്ട് എടുക്കുക, വെള്ളത്തിൽ കലക്കുക, ഒരു ഹെയർ പാക്കിൻ്റെ പരുവാക്കുക, നമ്മുടെ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹെയർ പാക്ക് നമ്മളൊരു അരമണിക്കൂർ വെച്ചേക്കുന്നത് പോലെ തന്നെ ഈ ഒരു പൗഡർ എടുത്ത് കലക്കിയിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ വെച്ചേക്കാം. മുടിയിൽ ആ ഒരു ഹെയർ പാക്ക് പോലെ തന്നെ എല്ലാ സ്കാൽപ്പിലും ഓരോ വകച്ചിലായിട്ട് എടുത്തിട്ട് എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ വെച്ചേക്കാം. അതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഒരു ഹെയർ പാക്ക് ആയ നമുക്ക് നന്നായിട്ട് നമ്മുടെ മുടീനെയും സ്കാൽപ്പിനെയും ക്ലെൻസ് ചെയ്യാൻ
വേണ്ടിയിട്ടുള്ളൊരു ഷാമ്പു ആയി. അപ്പം അത്രയ്ക്കും എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു പൗഡേഴ്സിലും കാര്യങ്ങളിലൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഷാമ്പൂസിലും അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഷാമ്പൂസും ഒന്നിനൊന്നും ബെറ്ററാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ചിലപ്പം കൂടുതൽ സ്യൂട്ടായിട്ടുണ്ടാവുക. അപ്പോൾ എനിക്ക് ഈ ഒരു ഇതിൽ എനിക്ക് ഏറ്റവും സൂപ്പർബായിട്ട് തോന്നിയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ചിലപ്പം ഇതിൽ നിന്ന് മാറ്റം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇവയൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് ഏതാണ് സൂപ്പർബായിട്ട് വർക്കാവുന്നതെന്ന്. അപ്പം എന്തായാലും എല്ലാ സൂപ്പർബാണ് കേട്ടോ. അതായത് നാച്ചുറൽ കാര്യങ്ങളാണ്. താളിയാണെങ്കിലും നമ്മുടെ ശിക്കാക്കായ് പൗഡർ ആണെങ്കിലും സോപ്പ്നട്ട് പൗഡർ ആണെങ്കിലും ഉലുവയാണെങ്കിലും അതുപോലെ തന്നെ ഞാൻ ആ ഒരു ലാസ്റ്റ് പറഞ്ഞ ഞാൻ ഈ ഒരു ചാനലിലിട്ട ആ ഒരു ഷാമ്പു ആണെങ്കിലും ഒക്കെ നിങ്ങളുടെ മുടി വളരാനാണെങ്കിലും മുടിയുടെ ആ ഒരു ലെങ്ത് കൂട്ടാനാണെങ്കിലും തിക്നെസ് ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിലും മുടി കൊഴിച്ചിലകറ്റാനാണെങ്കിലും സ്കാൽപ്പ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഡാൻഡ്രഫിനെ അകറ്റാൻ വേണ്ടിയിട്ടാണെങ്കിലും എല്ലാത്തിനും സൂപ്പർബാണ്. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ഒന്ന് ശ്രമിക്കണേ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇനി നെക്സ്റ്റ് വേറെ ടോപ്പിക്സുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ കേട്ടോ.